ഹലോ. ഇന്ന് നമ്മൾ എങ്ങനെ ഒരു ബിസിനസ്സിന് ഡൊമെയിൻ നെയിം എങ്ങനെ ചൂസ് ചെയ്യാം അതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോണത്. എങ്ങനെ ചൂസ് ചെയ്യാന്ന് മാത്രമല്ല അതെങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും, അതുപോലെ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എപ്പോഴും അത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളൊരു ഡൊമെയിൻ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ഒരു ഡൊമെയിൻ നെയിം മിക്കപ്പോഴും നമ്മുടെ ബ്രാൻഡ് നെയിം തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത് എങ്ങനെയൊക്കെ നമ്മൾ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. അതായത് എപ്പോഴും അത് ഷോർട്ട് ആക്കി വെക്കാൻ ശ്രമിക്കണം. വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഓവറായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആവാനായിട്ട് പാടില്ല. ഈസി ആയിരിക്കണം സ്പെൽ ഭയങ്കര ചെയ്യാൻ. ലെങ്തി ചെയ്യാൻ പാടില്ല. അതുപോലെ ഈസി ടു സ്പെൽ ആൻഡ് പ്രൊനൗൺസ്. ഇപ്പോൾ വേറൊരാൾക്ക് നമ്മൾ ഡൊമൈൻ പറഞ്ഞു കൊടുക്കുമ്പോഴായാലും ഈസി ടു അവർക്ക് പ്രൊനൗൺസ് ചെയ്യാനും സ്പെൽ ചെയ്യാനും ഈസി ആയിരിക്കണം. ഉം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മറ്റേ റെലവെന്റ് ടു യുവർ ബ്രാൻഡ് ആയിരിക്കണം. നമ്മളുടെ ആ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി റിഫ്ലക്ട് ചെയ്യണ ഒരു അതായത് ഇപ്പൊ ഒരു പേരായിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാം ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോൾ ഇപ്പൊ google.com. അപ്പൊ പല പല എക്സ്റ്റൻഷൻസിൽ ഡൊമൈൻ എടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റോർ ആണ് അല്ലെങ്കിൽ ഷോപ്പാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ പലതരത്തിലുള്ള ഫാൻസി ഡൊമൈൻ നെയിംസും അവൈലബിൾ ആണ്. ഡോട്ട് സ്റ്റോർ, ഡോട്ട് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഒരു സ്റ്റോർ ആണ് നിങ്ങളുടെ എന്താ പറയാ സർവീസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ടൈപ്പ് ഡൊമെയിൻ നെയിംസ് ചൂസ് ചെയ്യാം. അതാണ് റെലവെന്റ് ടു യുവർ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ട്രേഡ് മാർക്ക് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ട്രേഡ് മാർക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഓൾറെഡി ബിസിനസ് നെയിമിന് ട്രേഡ് മാർക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് സെയിം ഇത് ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഡൊമൈൻ എടുക്കുമ്പോഴും നമ്മൾ ആ ഒരു നമ്മളെ ബിസിനസ്സിന് ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. പിന്നെ കൺസിഡർ ഡിഫറെന്റ് ഡൊമൈൻ എക്സ്റ്റൻഷൻ. അതൊക്കെ ഇതാണ് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ കമ്പനി abcd.com.in, പണ്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടിയും ഫാൻസി സംഭവങ്ങൾ വന്നു. ഡോട്ട് ഷോപ്പ്, ഡോട്ട് ഓൺലൈൻ, അല്ലെങ്കിൽ ഡോട്ട് ക്ലബ്ബ്, ഡോട്ട് അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം, ലൈവായിട്ട് കാണാം അടുത്തേക്ക് പോകുമ്പോൾ. പിന്നെ അവോയ്ഡ് ഹൈഫൻസ് ആൻഡ് നമ്പേഴ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് സ്പെഷ്യൽ കൂടുതലും ക്യാരക്ടേഴ്സ് ഒഴിവാക്കുക, അത് ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ അത് പറയുമ്പോഴായാലും ആൾക്കാർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ക്ലബ് 7 അങ്ങനെയൊക്കെ പേരിടുമല്ലോ, ക്ലബ് 9 അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ക്ലബ്ബ് CLUB SEVEN അതുപോലെ ഇടാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ മറ്റേ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ബ്രാൻഡ് നെയിം ഇടുമ്പോഴും ആ നമ്പർ ഒഴിവാക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഡൊമൈനിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ റാങ്ക് ആവാത്ത വലിയ ബ്രാൻഡ്സ് ഉണ്ട്, നമുക്കറിയുന്ന തന്നെ ബ്രാൻഡ്സ് ഉണ്ട്. അവർക്ക് വലിയ ബ്രാൻഡുകളാണ്, പക്ഷേ ഈ നമ്പർ ഉള്ളതുകൊണ്ട് മാത്രം അവർ ഗൂഗിളിൽ റാങ്ക് ആവാണ്ട് പോകുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഈ നെയിം അവൈലബിൾ ആണോ എന്ന് നോക്കാം. അത് അത്ര അത് ഇമ്പോർട്ടൻ്റ് അല്ല. അതൊക്കെ അത്രയ്ക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നമുക്ക് ആ സെയിം പേര് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈസി ആയി എല്ലാ പ്ലാറ്റ്ഫോംസിലും നമുക്ക് ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. മെയിൻലി ശ്രദ്ധിക്കേണ്ട ഇതാണ്: ഈസി ടു റീഡ്, ഈസി ടു പ്രൊനൗൺസ്, ഈസി ടു സ്പെൽ. ഷോർട്ട് ആയിരിക്കണം എന്നുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡൊമെയിൻ നെയിം പർച്ചേസ് ചെയ്യുക, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ എക്സ്റ്റൻഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് ഇനി നോക്കേണ്ടത്. അതിനു മുമ്പേ തന്നെ ഇത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്, അതായത് ഡൊമെയിൻ നെയിം സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് ഇതൊക്കെ. ഗോഡാഡി അല്ലെങ്കിൽ ഹോസ്റ്റിംഗർ, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഗോഡാഡി മിക്കവരും എന്തായാലും കേൾക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നെയിം ചീപ്പ് അല്ലെങ്കിൽ ബ്ലൂ ഹോസ്റ്റ്, ഹോസ്റ്റിംഗർ, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല വേറെയും ഇഷ്ടംപോലെ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇതില് ഇപ്പൊ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൊമെയിൻ നെയിംസിന് വേണ്ടിയിട്ട് ഏറ്റവും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് പ്രൊവൈഡർ ആണ് ഈ ഗോഡാഡി അല്ലെങ്കിൽ ഹോസ്റ്റിംഗർ ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് ഡൊമെയിൻ നെയിം പർച്ചേസ് ചെയ്യാനായിട്ട് ഈ രണ്ട് ഇതിലായാലും നമ്മൾ എടുക്കാം. അത് ഉം, പ്രൈസ് ഒക്കെ നോക്കിയിട്ട് ഉം, ഏത് വേണേലും എടുക്കാം. ഇനി ഇപ്പൊ കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഡൊമൈൻ എന്താണ്, ഹോസ്റ്റിംഗ് എന്താണ്, ഉം, അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്താണ്, ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉം. കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്.
ഗോഡാഡി ആണ് ഏറ്റവും, എനിക്ക് തോന്നുന്നു, ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ലീഡർ ഗോഡാഡി. ഗോഡാഡിയാണ്. അപ്പൊ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലോ, നമ്മുടെ ഡൊമൈൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് 24/7 നമുക്ക് ചാറ്റ് സപ്പോർട്ടും എല്ലാ തരത്തിലുള്ള ഒരു റെസ്പോൺസ് സപ്പോർട്ട് ടീമൊക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. നമ്മളെപ്പോഴും ഒരു ചെറിയൊരു പ്രൈസ് ലാഭിക്കാൻ വേണ്ടിയിട്ട്, ഒരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ, വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ 100 രൂപ കൂടുതലായാലും ഇവിടെ നിന്ന് സപ്പോർട്ട് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാം. ഏതെടുക്കണം എന്ന് നമ്മൾ പറയുന്നില്ല, അത് നിങ്ങൾ ഇഷ്ടമാണ്. എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുക്കാം. പിന്നെ മെയിൻലി വേറൊരു കാര്യമുള്ളത്, ഈ ഡൊമൈൻ, ഇപ്പം നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഡൊമൈനിന്റെ എപ്പോഴും നിങ്ങളുടെ പേഴ്സണൽ ഐ ഡിന്ന് എടുക്കാൻ നോക്കുക. പേഴ്സണൽ ഐ ഡി മീൻസ് നിങ്ങൾ ഓണർഷിപ്പിലുള്ള ഇമെയിൽ ഐ ഡിന്ന് എടുക്കുക. കാരണം ഒരു ഏജൻസി ആയിരിക്കും ചിലപ്പോൾ വെബ്സൈറ്റ് ചെയ്യണത്. അപ്പോൾ അതിന് ആക്സസ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് ഹോസ്റ്റ് ചെയ്യാനും വെബ്സൈറ്റ് ലൈവ് ആക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആക്സസ് ഷെയർ ചെയ്യാം. എപ്പോഴും നിങ്ങളുടെ ഒരു ഓണർഷിപ്പിലായിരിക്കണം. അത് ഡൊമൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനൽസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ എന്ന് വേണമെന്നില്ല, അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു വർക്ക് ഇമെയിലിന്റെ അണ്ടറിൽ ലോങ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന ഉറപ്പുള്ള ഏറ്റവും ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പേഴ്സണൽ മെയിൽ ഐ ഡി. നമ്മൾ ഇത്ര വർഷം യൂസ് ചെയ്തിട്ടുള്ള പേഴ്സണൽ മെയിൽ ഐ ഡിന്ന് എടുക്കുകയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഈവൻ കമ്പനി മെയിൽ പോലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ എക്സ്പയർ ആയി കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എല്ലാം ഓൺ ആക്കുക. സെക്യൂരിറ്റി, കാരണം ഇത് നമ്മളെ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ ഈ സാധനം നമ്മളെ ഒരിക്കലും പോകാൻ പാടില്ല. ഡൊമൈൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ റിമൈൻഡർ കാര്യങ്ങളും മെയിലുകളൊക്കെ, റിന്യൂവൽ മെയിലുകളൊക്കെ നമ്മളെ മെയിലിലേക്ക് വരണം. മെയിൽ അത് നോക്കണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഗോഡാഡി നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് godaddy.com എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് വരാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൊമൈൻ നെയിം ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് അറിയാൻ പറ്റില്ല, നമ്മളിപ്പോ ഫിക്സ് ചെയ്തു എന്ന് വെച്ചിട്ട് അത് അവൈലബിൾ ആണോ നമുക്ക് നോക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എനിക്ക് വേണ്ടത് ഞാനൊരു കേക്ക്സ് ബർക്കറേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്ക് കമ്പനിയാണ്. ഞാൻ അതിൽ ഡൊമൈൻ ഉണ്ടോ നോക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു യൂണീക്ക് പേരായതുകൊണ്ട് അവൈലബിൾ ആണ്. ഇതിവിടെ കാണിക്കുന്ന 1 രൂപ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഓൺലി 3 ഇയർ ടൈം, അതായത് 3 കൊല്ലത്തെ കോൺട്രാക്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 1 രൂപ ഉള്ളൂ എന്ന് പറയുന്നത്. സെക്കൻഡും തേർഡും വർഷത്തേക്കുള്ള പ്രൈസ് അപ്ലിക്കബിൾ ആണ്. അതെല്ലാം കൂടിയിട്ടായിരിക്കും നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. 1 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോ ഞാൻ ഇതെടുത്തു, ഇതല്ലേ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ പോകുമ്പോൾ നമുക്ക് ഡൊമൈൻ പ്രൊട്ടക്ഷൻ വേണോ? അതായത് ഡൊമൈൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മളെ ഡൊമൈൻ സ്റ്റീൽ ചെയ്യുന്നതിന് തടയുക, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ ഡൊമൈനിൽ വരുത്തുന്നത് തടയുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ ഡൊമൈൻ പ്രൊട്ടക്ഷൻ എടുക്കുന്നത്. അത് പെർ ഇയർ ഏകദേശം ഒരു 600 രൂപയുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഇൻ കേസ് നമുക്കിത് ഇല്ലെങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല. ഇത് ഉണ്ടെങ്കിൽ അപ്പൊ അത് എടുക്കണം എന്നുള്ളവർക്ക് എടുക്കാം, എടുക്കണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഇമെയിൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 10 GB പെർ മെയിൽ ബോക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിന് 39 rupees ആണ് പെർ മന്ത് വരുന്നത് കേട്ടോ, ഒരു പെർ ഇമെയിലിന്. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഔട്ട്ലുക്കിലാണ് കോൺഫിഗർ ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് നോർമൽ ജിമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് ഇത് പറ്റില്ല. അപ്പൊ സിംപ്ലി ഡൊമൈൻ സർവീസ് ഉണ്ട്, അതിന്റെ ഇടയിൽ കൂടെ ഇമെയിൽ സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബർഗർ വിൽക്കുന്ന ആള് മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് വിൽക്കുന്ന പോലെ അവര് ഒന്ന് അപ്സെൽ ചെയ്യണതാണ്. അപ്പൊ ഈ സർവീസ് വേറെ ജിമെയിൽ കൊടുക്കുന്നുണ്ട്, ഇതുപോലെ പ്രൊഫഷണൽ ഇമെയിൽ സർവീസ് വേറെ പലരും കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒരു ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതെടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പൊ ഇമെയിലിന്റെ കാര്യം നമ്മൾ സംസാരിക്കണില്ല, നമ്മൾ ഡൊമൈന്റെ കാര്യം മാത്രം സംസാരിക്കുന്നത്. കണ്ടിന്യൂ കാർട്ട് കൊടുക്കാം. അപ്പൊ ശരിക്കും നമുക്ക് എത്രയാണ് എമൗണ്ട് എന്നുള്ളത്
പ്ലസ് GST ആണ് നമ്മളുടെ എമൗണ്ട് വരിക. ഇപ്പൊ ഇതിൽ 3 ഇയേഴ്സിലേക്കാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. 3 ഇയേഴ്സിലേക്കാകുമ്പോൾ നേരത്തെ നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നത് പോലെ ഒരു വർഷത്തെ നമ്മൾ 3 വർഷത്തേക്ക് ഫസ്റ്റ് ഇയർ 1 രൂപയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മള് 2 വർഷത്തെ ചാർജ് ആണത് 2,999. ഇനി ഐ ആം റെഡി ടു പേ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ എന്താ പറയാ എത്ര എമൗണ്ട് വരും എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പൊ ഈ ഒരു എമൗണ്ട് അല്ല കേട്ടോ ശരിക്കും നമുക്ക് ടോട്ടൽ 1 ഇയർ ആണെങ്കിൽ ഞാൻ 1 ഇയർ എടുത്തു. 1 ഇയർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഓഫർ ഒന്നും ഇല്ല കേട്ടോ. 1 ഇയറിന്റെ 999 ആണ് ഇത് ചാർജ് വരിക. പിന്നെ ഇവിടെ മറ്റേ വീണ്ടും ഓപ്ഷൻ വന്ന് ഫുൾ പ്രൊട്ടക്ഷൻ ഓൺ ആക്കണോ വേണ്ടതെന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഐ എം റെഡി ടു പേ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടോ നമുക്ക് അതായത് എത്രയാണ് GST അടക്കം വരുന്നതെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ എമൗണ്ട് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്ത് നമുക്ക് ഒരു നോർമൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈൻ ത്രൂ എങ്ങനെ മേടിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് മേടിക്കാം. മേടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ പ്രൊഡക്ട്സ് ഇതിന്റെ ഇവിടെ ഈ ഒരു ഗോഡാഡി അക്കൗണ്ടിന്റെ അണ്ടറിൽ മൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടാവും. മൈ പ്രൊഡക്ട്സ് ഇവിടെ നമുക്ക് എന്ത് കിടക്കുന്നുണ്ടാവും, നമ്മൾ മേടിച്ചിട്ടുള്ള എല്ലാ ഡൊമൈൻസിന്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കിടപ്പുണ്ടാവും. അപ്പൊ ഇത്രയാണ് ശരിക്കും നമുക്കൊരു ഡൊമൈൻ മേടിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നേരത്തെ സെർച്ച് ചെയ്തില്ല ഇപ്പൊ കേക്ക്സ് ബർഗർ എന്നുള്ളത്. അപ്പൊ ഇതുപോലെ നമ്മൾ വേറെ ഏതെങ്കിലും നമുക്ക് ഡൊമൈൻ നെയിംസ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് എക്സ്റ്റൻഷൻ ഇല്ലാതെ സെർച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ തന്നെ പല പല എക്സ്റ്റൻഷൻസ് വെച്ചിട്ട് അത് അവൈലബിൾ ആണോ, അത് ഓൾറെഡി ആരെങ്കിലും എടുത്തതാണോ എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവര് ബ്രോക്കർ ഇപ്പൊ എനിക്ക് 12,999 രൂപ കൊടുത്താല് ബ്രോക്കർ എനിക്ക് ചിലപ്പോൾ അത് മേടിച്ചു തരും. ഓക്കെ, അപ്പൊ ഞാൻ ആ ഡീലിൽ നിൽക്കണില്ല. ഇവിടെ AI is trending cyphershot.ai എന്ന് പറഞ്ഞ ഡൊമൈൻ അവൈലബിൾ ആണ്. 4,000 ആണ് പ്രൈസ് വരുന്നത്. നോർമലി നമുക്ക് ഒരു 1,000 രൂപയ്ക്കൊക്കെ കിട്ടും. ഇപ്പൊ cyphershot.shop കണ്ടില്ലേ, ഇവിടെ ഓപ്ഷൻസ് പറഞ്ഞുതരും. .vip 600 രൂപ, cyphers.org 1,69,000 രൂപ, cyphershot ഡിസൈൻ. ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ആ ഡോട്ട് കഴിഞ്ഞിട്ട് വരുന്ന സാധനമാണ് എക്സ്റ്റൻഷൻ. ഡിസൈൻ നെറ്റ് കോം. ഇവിടെ സൈഫർ ഹോട്ട് എന്ന് ഇട്ടിട്ടുള്ള സൈഫർ ഹൈഫൻ ഹോട്ട് ഇട്ടുണ്ട്. ഇതിന് 1 രൂപയുള്ള. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ പ്രീമിയത്തിന് പ്രീമിയം എന്ന് കാണിക്കുന്നുണ്ടോ. ഇവിടെ പ്രീമിയം ആണെങ്കിൽ ഇപ്പോൾ കണ്ടില്ല 1,172 ആണ് ഹോട്ട് സൈഫേഴ്സ്. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ആഡ് ടു കാർട്ട് പറയാം, നേരത്തെ പർച്ചേസ് ചെയ്ത പോലെ പർച്ചേസ് ചെയ്യാം, അത്രേ ഉള്ളതിൽ. പിന്നെ ഇതിൽ ഈ ഗോഡാഡി അക്കൗണ്ടിൽ നമ്മളെ കമ്പനി ഡീറ്റെയിൽസും GST നമ്പറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഇൻവോയ്സിൽ അത് റിഫ്ലക്ട് ചെയ്യും. നമുക്ക് ആ GST ക്ലെയിം ചെയ്യണമെങ്കിൽ ക്ലെയിം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈറ്റാണ് ഗോഡാഡി. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സപ്പോർട്ട് കിട്ടും. ഡൊമൈൻ എക്സ്പയർ ആവാറാകുമ്പോൾ അവരിവിടെ നോട്ടിഫിക്കേഷൻസ് തരും. നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇമെയിൽ വരും. ഏത് മെയിൽ ID വെച്ചിട്ടാണോ നമ്മൾ ഗോഡാഡിയിലേക്ക് ലോഗിൻ ചെയ്യണത് ആ ഒരു മെയിലിലേക്ക് നമുക്ക് അതിന്റെ എക്സ്പയറി ആവാറായാലോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് മെയിൽസ് വരും. ഇനി നമുക്കിപ്പോ ഒരു ഡൊമൈൻ എക്സ്പയർ ആവാറായെന്ന് വിചാരിച്ചു, നമുക്ക് അതിന്റെ എക്സ്പയർ ആവാറായോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിനകത്ത് ഡൊമൈൻ എക്സ്പയറി ചെക്കർ അതിൽ ഏതെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഏതാണോ ഡൊമൈൻ നെയിം നിങ്ങൾക്ക് എക്സ്പയറി ചെക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ smartbooks.academy.ആണ് കൊടുക്കുന്നത്. അപ്പൊ എത്ര വർഷം ഇനി എന്നാണ് നമ്മുടെ ഈ ഒരു 92 ഡേയ്സും കൂടി കഴിഞ്ഞാൽ ഇത് എക്സ്പയർ ആവുമെന്നാണ് പറയുന്നത്. അതായത് 29th May. അപ്പോൾ അതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ അതിന് ആ ഒരു ഡേറ്റിലോ നമ്മളിത് എന്ത് ചെയ്യണം, റിന്യൂ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഡൊമൈൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എത്ര നാളത്തേക്ക് എടുക്കണം എന്നുള്ളതും നമുക്ക് തീരുമാനിക്കാം. അത് നമുക്ക് വലിയൊരു ലോങ് ടേമിലേക്ക് നമുക്കത് എടുക്കാൻ പറ്റില്ല. അതായത് ഒരു 50 വർഷത്തേക്കോ അങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് ഞാൻ ഇവിടെ കണ്ടിന്യൂ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാലോ 1 ഇയറിലേക്കാണോ വേണ്ടത്, 2 ഇയറിലേക്കാണോ, അതോ 3 ഇയേഴ്സിലേക്കാണോ, അല്ലെങ്കിൽ അതിൽ കൂടുതലേക്കാണോ വേണ്ടതെന്നൊക്കെയുള്ള നമുക്ക് സെർച്ച് ചെയ്യാലോ. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് വലിയൊരു ഡ്യൂറേഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അറിയില്ല എത്ര നാളാണ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പോണേന്നുള്ളത്. അപ്പൊ മെജോറിറ്റി ആൾക്കാർ മാക്സിമം 10 ഇയേഴ്സ് വരെയാണ് ഇത് പർച്ചേസ് ചെയ്തിടാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യണത് നമ്മളതിൽ ഫണ്ട് ഉണ്ടെങ്കിൽ
ആ ഒരു ലോങ് ടേം ഉണ്ടെങ്കിൽ 10 വർഷത്തേക്ക് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. 5 വർഷമോ 10 വർഷത്തേക്ക് എടുക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾ അതിനെ പറ്റി ആലോചിക്കണ്ട, ആലോചിച്ച് ടെൻഷൻ ആവണ്ട. 10 വർഷം ലോക്കാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതിന്റെ റിമൈൻഡർ ഡൊമൈൻ എക്സ്പയർ ആവാന്നോ വേറെ ഒന്നും പേടിക്കണ്ട. അപ്പൊ ഏറ്റവും ബെറ്റർ നമ്മളൊരു ലോങ് ടേം പ്ലാൻ ആണെങ്കിൽ നമ്മൾ നല്ലൊരു ഇതെല്ലാം നമ്മളെ ബിസിനസ് നെയിമും ഡൊമൈൻ നെയിമും ഒക്കെ കറക്റ്റ് ആണ്, ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഇല്ല ഒരു കുറച്ച് നാളേക്ക്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എപ്പോഴും ലോങ് ടേമിലേക്ക് എടുക്കുന്നതാണ് നല്ലത്. ഇനി അതല്ല ഫണ്ട് ഇഷ്യൂസും ക്യാഷ് ഫ്ലോ ഇഷ്യൂസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 ഇയറിലേക്ക് അങ്ങനെ പോവാം. അതാവുമ്പോ ഈ പറഞ്ഞ പോലെ 1 ഇയർ ഒക്കെ പെട്ടെന്ന് കഴിയും. അപ്പൊ ആ സമയത്ത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വീണ്ടും അതിന്റെ ഇടയ്ക്ക് എക്സ്പയർ ആയിരിക്കുന്ന സമയത്ത് അത് ആരെങ്കിലും പർച്ചേസ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരുടെ അടുത്ത് പോയി സംസാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് അതൊക്കെ വളരെ ചാൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഡൊമൈൻ ഇപ്പോ വേറൊരു ഏജൻസിയുടെ കയ്യിലാണ്, അവരാണ് എടുത്തതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് ഈ എക്സ്പയറി ചെക്കർ വെച്ചിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ഡൊമൈൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ എന്നാണ് എക്സ്പയർ ആവാൻ പോണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഡൊമൈന്റെ ഏജ് ചെക്ക് ചെയ്യാം. അതായത് ഡൊമൈൻ ഏജ് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷമായി ഈ ഡൊമൈൻ എടുത്തിട്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡൊമൈൻ ഏജ് ചെക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പൊ ഇതിൽ നമുക്ക് എന്താ പറയുക, ഞാൻ google.com ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഗൂഗിളിന്റെ ഈ ഒരു ഡൊമൈൻ www.google.com എന്നുള്ളൊരു ഡൊമൈൻ അവരെടുത്തിട്ട് എത്ര വർഷമായി എന്നുള്ളത് നമുക്ക് ഇവിടെ ഏകദേശം കാണാൻ പറ്റും. ഇതിൽ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ 1997. അതെ. അപ്പോ എത്ര വർഷമായി എന്നുള്ളപ്പോ നമുക്ക് ഏകദേശം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അതിനോട് ഏജ് കറക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. വേറൊരു കാര്യം കൂടി നോക്കിക്കോ, ഡൊമൈൻ എക്സ്പയറേഷൻ ഡേറ്റ് 2028 എക്സ്പയർ ആവും. അവര് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് 2019. അപ്പൊ ഇതുപോലെ നമുക്ക് ഏത് വലിയ ഡൊമൈൻസ് ആയാലും ഇതുപോലെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും എന്നാണ്, ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഏകദേശം ആ ഒരു ഡൊമൈൻ്റെ ഏജും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ ഇതില് കണ്ടോ രജിസ്ട്രാർ, അതായത് ഈ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ പേരിലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എവിടെയാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു അടിപൊളി ടൂളാണ് വേബാക്ക് മെഷീൻ എന്ന് പറയും. അത് web.archive.org. അതായത് നമ്മൾ ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റ് എടുത്താലും അവര് പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പൊ ടൈം ലൈൻ കണ്ടില്ലേ, 2008 ഒരു വെബ്സൈറ്റിന്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു നമുക്കറിയാൻ പറ്റും. വേറെ വെബ്സൈറ്റ് എടുത്തപ്പോ ആമസോൺ, എന്ത് വേറെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയാൽ മതി. നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ, ഒരു ഇപ്പൊ കാണുന്ന വെബ്സൈറ്റ് ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 20 വർഷം മുന്നേ എങ്ങനെയായിരുന്നു ആ ഒരു വെബ്സൈറ്റ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു 10-20 വർഷം മുന്നേ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തപ്പോൾ ചിലപ്പോൾ yahoo.com ആവാം, എങ്ങനെയായിരുന്നു എന്നൊക്കെ കാണണമെങ്കിൽ ഇതിൽ വന്നാൽ മതി. ഇതിൽ വന്നിട്ട് ടൈം ലൈൻ സെലക്ട് ചെയ്യുക, ഇയർ മന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഉള്ള വ്യൂ, അതാണ് വെബ് ആർക്കൈവ് എന്ന് പറഞ്ഞാൽ. വെബ്സൈറ്റിന്റെ ആർക്കൈവ് ആണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതെന്തോ എററാണ്, ശരിക്കും വർക്ക് ചെയ്യണതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡൊമൈൻ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, പർച്ചേസ് ചെയ്യുന്ന മുന്നും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പർച്ചേസ് ചെയ്തതിന് ശേഷവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് കാണാം.